സർക്കാരിന്റെ 10 വർഷത്തെ വികസനം മുന്നിൽ കണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കിയതെന്നും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനാൽ ഒരു ആശങ്കയുമില്ലെന്നും പെരിന്തൽമണ്ണ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം 38 വോട്ടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പിതാവ് കുതിക്കുമെന്നും മകനും പ്രതികരിച്ചു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വിവിധ സ്ഥാനാർത്ഥികളുടെ അന്തിമഘട്ട പ്രതീക്ഷകൾ അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഞാനിപ്പോൾ നജീബ് കാന്തപുരം MLA-ക്കൊപ്പമാണ് ഉള്ളത്. അദ്ദേഹം കുടുംബസമേതമാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ തവണ വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റിലൂടെ കേവലം 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയ MLA ആണ് നജീബ് കാന്തപുരം. അദ്ദേഹത്തിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള ആത്മവിശ്വാസം എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തായിരിക്കും പെരിന്തൽമണ്ണയിൽ സംഭവിക്കുക എന്ന് എനിക്കൊരു ഏകദേശ ധാരണയുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ കാര്യം ആദ്യം ചോദിക്കാം. അദ്ദേഹത്തോട് ചോദിക്കണേ അല്പം വ്യത്യസ്തമായിട്ട് നമുക്ക് വൈഫിനോട് ചോദിക്കാം. ഇത്തവണ എങ്ങനെയായിരിക്കും പെരിന്തൽമണ്ണയിലെ ഒരു ഫലം? നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ 5 വർഷക്കാലം പെരിന്തൽമണ്ണയിൽ തന്നെ താമസിച്ച് ഇവിടുത്തുകാരനായി ഇവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഒരു അവസ്ഥ നിങ്ങളിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് വാക്കൊക്കെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താ? നമുക്ക് ഓരോ പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും ഗ്രൗണ്ടിൽ നിന്നൊക്കെ മുഴുവനും നമുക്ക് വളരെ ശുഭാപ്തിയുള്ള എല്ലാ റിസൾട്ടുകളുമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന വിവരങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു മന്ത്രിയായിട്ട് കാണാൻ പറ്റുമോ? അത് സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതിൽ നമുക്ക് അഭിപ്രായം പറയാനില്ല. MLA കോൺഫിഡൻ്റ് ആണ്? 100% കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. പിന്നെ ഇപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇപ്പം ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ നമ്മൾ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ ജീവിക്കുകയായിരുന്നു. ഈ 5 കൊല്ലം ഞാൻ എൻ്റെ ജീവിതമാണ് പെരിന്തൽമണ്ണക്ക് കൊടുത്തത്. എന്തായാലും അദ്ദേഹം കുടുംബവും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. നാളെ എവിടെ നിന്നാണ് റിസൾട്ട് കാണുന്നത്? ഇവിടെ തന്നെ, വീട്ടിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ചും ഞാൻ ഓഫീസും വീടും ഇത് തന്നെയാണ്. അപ്പം ഞങ്ങൾ മേലെ താമസിക്കുന്നു, ഇവിടെ താഴെ ഓഫീസ് പ്രവർത്തിക്കുന്നു. 5 വർഷവും ഞാൻ ഇവിടെ തന്നെ, അങ്ങനെ തന്നെയാണ് ഈ പെരിന്തൽമണ്ണയിൽ ജീവിച്ചത്. ഇവിടെ തന്നെ ആയിരിക്കും വോട്ടെണ്ണൽ ദിവസം. ലഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചു? എന്തായാലും നമ്മൾ ആഘോഷിക്കും. ഇപ്പോൾ പെരിന്തൽമണ്ണക്കാർക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി, വൈകുന്നേരം ആവണ്ട, അതിന് മുമ്പ് തന്നെ ആഘോഷം ഉണ്ടാവുമെന്നാണ് MLA വ്യക്തമാക്കുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.